ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തല്ല എല്ലാവർക്കും സുഖന്നല്ലേ? നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. ഇതിൽ 2 ദിവസത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇതിൽ നല്ലൊരു ഫിഷ് ബിരിയാണി ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ ഐക്കയിൽ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കുറേ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ കണ്ട് നോക്കാം. പിന്നെ നിങ്ങളെൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തായാലും ചോദിക്കല്ലോ, സൽമ എന്തായി ജലദോഷം പിടിച്ചിനാന്ന്. ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസമായിട്ട്, അങ്ങനെ സുഖമില്ലേന്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കുറവുണ്ട്, എന്നാലും സൗണ്ട് റെഡി ആയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും സൗണ്ട് കേൾക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ട കേട്ടോ, ചിലവർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ 2 ദിവസത്തെ വ്ളോഗാണ് ഇത്. അപ്പം തലേന്ന് രാത്രി, അതായത് മഹരിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫിഷ് വേണ്ടി, നമ്മൾ കുറച്ചായി ഇപ്പം മീനെല്ലാം വാങ്ങിച്ചിട്ട്. അപ്പോൾ അതാ നമ്മൾ അജ്മാൻ ഫിഷ് മാർക്കറ്റിലേക്ക് വന്നതാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഫിഷ് മാർക്കറ്റിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ ദുബായിലായാലും അജ്മാനിലൊക്കെ ആയാലും ഫിഷ് മാർക്കറ്റിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ള ഫിഷ് എല്ലാം വാങ്ങലുണ്ട് കേട്ടോ. വേറെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങല. കാര്യം നമുക്ക് എപ്പോഴും ഇവിടെ ഫിഷ് മാർക്കറ്റിലൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഈ ലുലുവിൽ നെസ്റ്റോയിൽ അവിടെ എല്ലാം ആഴ്ചയിലെല്ലാം പോകുന്നുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം 2 ദിവസത്തെ ഫിഷെല്ലാം വാങ്ങിക്കലുള്ളൂ, കൂടുതലായിട്ട് അങ്ങനെ വാങ്ങിക്കലില്ല. മാർക്കറ്റിൽ പോകുമ്പോൾ കുറച്ച് തോനെ തന്നെ വാങ്ങിച്ചിട്ട് അങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് വെക്കല. ഫിഷെല്ലാം വാങ്ങിച്ചിട്ട് നമ്മളിതാ പുരക്കെത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ മീൻ വാങ്ങിക്കഴിഞ്ഞാലില്ലേ ഇതുപോലെ കട്ട് ചെയ്യൊന്നുമില്ല കേട്ടോ. കട്ട് ചെയ്തിട്ടല്ല, ഫിഷ് മാർക്കറ്റിൽ നിന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മാത്രം ഫ്രഷ് ആയിട്ട് തന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതാ വാങ്ങിച്ചതെല്ലാം ഞാൻ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് വെക്കലാം. ആദ്യം ഒന്ന് വാഷാക്കും കേട്ടോ. ബോക്സിലാക്കിയതിന് ശേഷം അതിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാഷാക്കിയിട്ട് പിന്നെ നല്ല വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രീസ് ചെയ്തിട്ട് വെക്കലാം. പിന്നെ ആവശ്യത്തിന് അങ്ങനെ കുറച്ചായിട്ട് അങ്ങനെ എടുക്കലാം. ഈ ഒരു മീൻ കണ്ട, ഇത് എന്തോ ഒരു മീനാന്ന് കേട്ടോ. ഒരു പേരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുള്ള മീനാന്ന്. നിങ്ങൾ ഒരു വട്ടം കൊണ്ടുപോയാൽ പിന്നെ ഇത് കൊണ്ടുപോകുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രൈ ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ്. അപ്പോൾ ഫാദർ പറഞ്ഞു ഓക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കുറച്ചെടുത്തിട്ടാണ്. പിന്നെ ഫാദർ പറഞ്ഞ് ഞാൻ ആദ്യം ഓടുന്നു കൂട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ഫിഷാന്നെല്ലാം പറഞ്ഞു ഫാദറും പറഞ്ഞ്. അപ്പോൾ നമ്മൾ അതെടുത്തിട്ടുണ്ടായിരുന്നു, ഏതായാലും ഞാൻ കൂട്ടിയിട്ടാണ്. പിന്നെ അയില എടുത്തിട്ടുണ്ടായിരുന്നു. അയില എനിക്കിഷ്ടമേ ഇല്ല കേട്ടോ, ഫാദറിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അയില വലുതുണ്ട് ചെറുതുണ്ട്. പിന്നെ ഒമാൻ്റെ അയില വരുന്നുണ്ട്, അതൊരു യെല്ലോ കളറാണ് കേട്ടോ. അപ്പം അതും അവർ കാണിച്ചിട്ടുണ്ട്, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതെടുത്തിട്ടില്ല, വലിയ അയില എടുത്തിട്ടില്ല, നമ്മൾ ചെറിയ അയില എടുത്തത്. ഇതെന്ത് സുൽത്താൻ ഇബ്രാഹിം അങ്ങനെ എന്തോ ആണ് കേട്ടോ. നമ്മളെ മലപ്പുറം ഭാഗത്തെല്ലാം ആ ഒരു പിങ്ക് മീനില്ലേ അതിന് പുതിയാപ്ലക്കോരാന്ന് പറയും. പക്ഷേ ഉപ്പള ഭാഗത്തില്ലേ അതിന് മണവാട്ടിക്കട്ടിലാന്നോ അങ്ങനെ എന്തോ എന്നിട്ടാണ് പറയൽ. അപ്പം ഞാൻ പറയും ഇതെന്താ അങ്ങനത്തെ പേര്, മണവാട്ടിയല്ല ഇത് പുതിയാപ്ലക്കോര എന്നെല്ലാം ഫാദുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാദു പറയാം എന്തോ ഒരു ചുരുക്കാ കാണാൻ, അപ്പം മണവാട്ടി എന്നല്ല അതിനെ വിളിക്കേണ്ടിയത് എന്നെല്ലാം പറഞ്ഞിട്ടാണ്. ഫാദു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ പുതിയാപ്ലക്ക് എന്ത് ചന്തല്ല, അപ്പം നിങ്ങൾക്ക് എന്നെ ചന്തല്ല നിങ്ങൾക്ക് അറിയുന്നതെന്നെല്ലാം കേട്ടിട്ടാ. അപ്പം അങ്ങനെ കോമഡിയിലാക്കിയിട്ടുണ്ടായിനി. അപ്പം എന്തായാലും അതിൻ്റെ പേര് അങ്ങനെയാണ്, നമ്മൾ പുതിയാപ്ലക്കോരാന്ന് തന്നെ പറയുന്ന. ഫിഷെല്ലാം വാങ്ങിച്ചതെല്ലാം ബോക്സിലാക്കിയിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ച്. അപ്പോൾ ഞാൻ കുറച്ച് കറിക്കും വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, പിന്നെ കറിയും വെക്കാം ഫ്രൈ ആക്കും ചെയ്യാമെന്ന് വിചാരിച്ച്. ആ ഒരു വൈറ്റ് മീനില്ലേ അത് ഫ്രൈ ആക്കാം, പിന്നെ അയിലെടുത്തിട്ട് കറിയും വെക്കാമെന്ന് വിചാരിച്ച്. ഫാദുവിൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ. ഈ മീനെ കൊടുന്ന അന്ന് ഉച്ചക്കൊക്കെ കറിയായിട്ട് ഒന്നും ആക്കിയിട്ടില്ല എന്നെ, കാര്യം തലേന്നത്തത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കറി അതന്നെ സമാക്കി, പിന്നെ കുറച്ച് പച്ചക്കറി ഉണ്ടായിരുന്നു, ആ പച്ചക്കറി ആക്കിയത് മാത്രം. അപ്പോൾ രാത്രിക്കൊക്കെ ഒന്നുമില്ല, അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ആക്കാമെന്ന് പറഞ്ഞു ഫാദു. അപ്പോൾ അതാ ഞാൻ അയില കറി വെക്കല. അപ്പോൾ പെട്ടെന്നാവാനും വേണ്ടിയിട്ടില്ലേ ചെറിയ കുക്കറില്ലേ അതെടുത്തിട്ട് അതിലേക്ക് 2 തക്കാളിയും അതേപോലെ തന്നെ ഒരു വലിയ ഉള്ളി എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് പിന്നെ അതിലേക്ക് 2 വെളുത്തുള്ളിയും കുത്തിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 3-4 വിസിലടുപ്പിച്ചിട്ടുണ്ട്. കാര്യം പെട്ടെന്നാവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇങ്ങനെ നമ്മൾ ഉള്ളി വാട്ടിയിട്ടും ഒക്കെ വരുമ്പോൾ കുറേ ടൈം പിടിക്കുമല്ലോ.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഇനിയിപ്പോൾ അതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് സ്മെല്ലെല്ലാം വരാൻ തുടങ്ങില്ല. ആ ഒരു ടൈമിൽ ഇതിലേക്ക് ഉള്ളി, തക്കാളി, വെളുത്തുള്ളിയും കൂടെ വേവിച്ചതില്ലേ കുക്കറിൽ, അതൊരു 3-4 വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് ഞാനൊന്ന് ഒരു കയ്യിൽ വെച്ചിട്ട് ഉടച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിക്ക് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതും ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. കാര്യം ഉള്ളിയും തക്കാളിയെല്ലാം നമ്മൾ വേവിച്ചെടുത്തല്ലേ, അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേവാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് തിളച്ചാൽ മതി. ആ ഒരു മുളക് പൊടിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതിന് കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ തിളക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തിളച്ചതിൻ്റെ ശേഷം ഞാൻ ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അയിലേന്ന് കേട്ടോ. പിന്നെ അതാ ഫ്രൈ ആക്കാനുള്ള മീനിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇട്ടെടുത്തിട്ട് അതും ഒന്ന് കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ടൈമില്ല കേട്ടോ, വെച്ച് മസാല പുരട്ടിയിട്ട് വെക്കാനൊന്നും ടൈമില്ല. അപ്പോൾ അതവിടെ വെയിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മീനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് എല്ലാം ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. കാര്യം നമ്മൾ ഫിഷ് എല്ലാം കട്ടാക്കിയതല്ലേ, അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സ്മെല്ല് വരുമല്ലേ, അപ്പം അതനുസരിച്ചിട്ട് ഞാൻ മുഴുവനായിട്ട് അങ്ങനെ തുടച്ചിട്ടും ക്ലീൻ ആക്കിയിട്ടും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതാ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഫിഷിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കറക്റ്റ് പേരെല്ലാം പറഞ്ഞാൽ തന്നെ ഇപ്പം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേന്ന് നേരം വെളുത്തിട്ടാണ് കേട്ടോ പിന്നെ ഈ വീഡിയോസ് എടുക്കുന്നുള്ളത്. അത് പിന്നെ ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല, കാര്യം അതിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ നല്ലോണം വിശന്നീന് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇത് പിറ്റേന്ന് രാവിലെ എന്നിട്ടാ, ഇതൊരു 9 മണിയെല്ലാം ആയിട്ടുണ്ട്. കാര്യം രാവിലെ ഫാദുവിന് ഇടയെ പോകാനുണ്ടായിരുന്നു. അപ്പം ഒരു 7 മണിയെല്ലാം ആയപ്പോൾ ഫാദർ എണീച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓഫീസിലല്ല, അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ, ലീവുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇവിടെ അർജൻറ്റായിട്ട് അങ്ങനെ പോകാണ്ടായതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാദു അവിടുന്ന് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഫാദുവിൻ്റെ കൂടെ. അപ്പോൾ ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് അവർ അവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് വേണമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് തോനായി മസാല ദോശ എല്ലാം കഴിച്ചിട്ട്, അപ്പോൾ എനിക്കുള്ള മസാല ദോശയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ആടെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു മസാല ദോശയുടെ ടേസ്റ്റും പിന്നെ പൊരിക്കെത്തിയിട്ട് പാക്കാക്കിയിട്ടല്ലേ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിയർത്തിട്ട് അത് തണുക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഇല്ല. ഫ്രഷായിട്ട് കഴിക്കുമ്പോൾ കേട്ടോ മസാല ദോശ എല്ലാം ടേസ്റ്റ് ഉണ്ടാവുക. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ചട്നിയെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഫോണെല്ലാം നോക്കിയിട്ട് കമൻ്റെല്ലാം നോക്കിയിട്ട് അങ്ങനെയെല്ലാം ഇരുന്നിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ആക്കാനൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇന്ന് ഫിഷ് ബിരിയാണി വെക്കുന്നുണ്ട്. അപ്പോൾ അതാ ആവോലി എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തണുപ്പ് പോയിട്ടുണ്ട്. ഇനിയിപ്പം അത് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഫിഷ് കട്ടാക്കുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ഞാനിതാ അരി വെള്ളത്തിൽ നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ബിരിയാണിക്കുള്ള. എൻ്റെ അടുത്തില്ലേ ജീരകശാല അരി ഇല്ല കേട്ടോ. ജീരകശാല അരിയാണ് ഏറ്റവും നല്ലത് ഫിഷ് ബിരിയാണിക്ക്. മാത്രം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം മന്തിയെല്ലാം വെക്കുന്ന ബസ്മതി റൈസില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം അരി കഴുകിയിട്ട് നല്ലോണം വാഷാക്കിയിട്ട് അത് വെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബസ്മതി റൈസ് ഒന്ന് പുതിർത്ത് വെച്ചാലാണ് ഒന്നും കൂടെ നല്ലത്. അപ്പോൾ അതവിടെ കുതിരാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഫിഷ് എല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പം 2 ആവോലിയുണ്ട് കേട്ടോ, നമുക്ക് രാത്രിക്കും വേണം. പിന്നെ ഞാൻ അരി എടുക്കുമ്പോൾ കുറച്ച് തോനെ എടുക്കുന്നുണ്ട് കേട്ടോ. കാര്യം നമുക്ക് പിറ്റേന്നൊക്കെ വേണം. ഉച്ചക്കൊക്കെ പിറ്റേന്ന് ഞാൻ ബിരിയാണിയെല്ലാം ആക്കിയാൽ അതന്നെ സമാക്കല. അപ്പോൾ അതുകൊണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വന്നാൽ പിന്നെ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ ബിരിയാണി എല്ലാം വെക്കുമ്പോൾ കുറച്ച് തോനെ വെക്കലാം. എന്നാൽ പിന്നെ ഉച്ചക്കൊക്കെ ഞാനങ്ങനെ രാത്രി ഫ്രിഡ്ജിൽ വെക്കലാം. പിന്നെ ഉച്ചക്കൊക്കെ അതെടുത്തിട്ട് അങ്ങനെ ഓവണിൽ ചൂടാക്കിയിട്ട് അങ്ങനെ കഴിക്കലാന്ന് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനെ ഉണ്ടാക്കി വെക്കും അങ്ങനെ. അപ്പോൾ അതാ ഫിഷ് ഞാൻ നല്ലോണം കട്ട് ചെയ്തിട്ട് വെള്ളം ഊറ്റി വെച്ചതിന് ശേഷം അതിൽ കുറച്ച് ചെറുനാരങ്ങയും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് മസാല പറ്റിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഫിഷ് ബിരിയാണി പലതരത്തിലും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കൽ ഇങ്ങനെയാണ്, കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ കേട്ടോ ഫിഷിലിടലുള്ളൂ. പിന്നെ ചെറുനാരങ്ങ നീര് ഉപ്പ് മാത്രമേ ഇടലുള്ളൂ. കുറേ മുളക് പൊടിയെല്ലാം ഇട്ടാലില്ലേ ഫിഷ് ബിരിയാണി തന്നെ ടേസ്റ്റേ മാറിപ്പോയാലുണ്ട്. ഇനി അടുത്തത് ബിരിയാണിക്കുള്ള റൈസില്ലേ ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പം ആ റൈസ് കുക്കറിൻ്റെ ആ ഒരു പോട്ടില്ലേ ചട്ടി അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും പിന്നെ കറുകാപ്പട്ട ഇട്ടെടുത്തിട്ട് പിന്നെ ഉള്ളിട്ടെടുത്തിട്ടോ ചെറിയ കഷ്ണം ഉള്ളിട്ടെടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് കറക്റ്റ് എത്ര നമ്മൾ അരി എടുക്കുന്നത് അതിൻ്റെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവാണ് കേട്ടോ. കറക്റ്റായിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക.
റൈസ് കുക്കറിൽ ഇപ്പം ഗീ റൈസ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും ഒക്കെ കറക്റ്റായിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 1 കപ്പിന് 2 കപ്പ് എന്നുള്ള അളവിൽ. അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് റൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബസ്മതി റൈസാണ് കേട്ടോ. നിങ്ങൾ ജീരകശാല ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായാലും എടുക്കാം. ഞാൻ ബസ്മതി റൈസ് ആയതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ അതാ വെള്ളം നല്ലോണം ഊറ്റിൻ്റെ ശേഷമാണ് അരി ഇട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി മസാല ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ റൈസ് കുക്കറിൽ റൈസ് എല്ലാം വേവിച്ചിട്ട് വെക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് മസാല എല്ലാം വെന്തിട്ട് വരുമ്പം കറക്റ്റായിട്ടുള്ള വേവ് വരുള്ളൂ. ആദ്യം തന്നെ റൈസ് കുക്കറിൽ നിങ്ങൾ ബിരിയാണി ഇതുപോലെ റൈസ് കുക്കറിൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആദ്യം റൈസ് വേവിച്ചിട്ട് ഇതേപോലെ തിളച്ചതിൻ്റെ ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി. എന്നിട്ട് മസാല എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ റൈസ് അവിടെ വേവും ചെയ്യും. പിന്നെ നമ്മൾ മസാല എല്ലാം റെഡി ആയതിൻ്റെ ശേഷം റൈസ് മസാലയ്ക്ക് അങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ അവിടെ റൈസ് റെഡിയാക്കിയിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ കുക്കർ തുറന്നിട്ട് ഇതിലേക്ക് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയും ചെയ്താൽ മതി. കുക്കറിൽ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് പിന്നെയും സൗണ്ട് പോകുന്നുണ്ടോയെന്ന് ഒരു ഡൗട്ട്. അപ്പോൾ അതാ അരി ഇതുപോലെ നല്ലോണം തിളക്കൂട്ട. തിളച്ചതിന് ശേഷം ഇതാ കറക്റ്റായിട്ട് വെള്ളം ഇങ്ങനെ ആ ഒരു റൈസിൻ്റെ ലെവലിൽ നിൽക്കും. ഇപ്പം തീ ഓഫ് ആക്കിയിട്ടില്ലേ. റൈസ് കുക്കറിൽ വെക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ വേണ്ടത്. തീ ഓഫ് ആക്കിയിട്ട് കറക്റ്റ് റൈസിനുള്ള വെള്ളം അവിടെ ഉണ്ടാവും. റൈസ് വെന്തിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ റൈസ് കുക്കർക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് വേവായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചതാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. റൈസ് കുക്കറിലെല്ലാം ഉണ്ടാക്കുന്നവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ കിടന്നിട്ട് വെള്ളം വറ്റിയിട്ട് നല്ല കറക്റ്റായിട്ട് വേവും. ബിരിയാണി മസാലയ്ക്കുള്ള ഉള്ളി ഒരു 4-5 എടുത്തിട്ടുണ്ട്. കാര്യം ഒരു ഉള്ളിയിലെ വലിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 4 ഉള്ളി ഞാൻ ബിരിയാണിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്യാന്ന് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ തക്കാളി 3 എടുത്തിട്ടുണ്ട്. അതും ഞാൻ ചോപ്പ് ചെയ്യാന്ന് ചെയ്യുന്നുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതില്ലേ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ കുത്തിയെടുക്കുക. കല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തിയെടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. പിന്നെ ഒരു 5-6 പച്ചമുളക് എടുക്കുക. എരിവുള്ള പച്ചമുളക് എടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് എരിവെല്ലാമാണ്. ഫിഷ് ബിരിയാണിക്കെല്ലാം കുറച്ച് എരിവെല്ലാം ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5-6 മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെ കുത്തിയെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ അരച്ചെടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്താൽ മതി. ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ കുത്തിയെടുക്കുക. ഇനിയിപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ല ഒരു ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണമെന്ന്. അത് സ്ലൈസ് ആക്കിയിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ സ്ലൈസർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ആദ്യം. പിന്നെ ആ ചോപ്പർ എവിടുന്ന വാങ്ങിച്ചെന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. ഞാൻ വീഡിയോയിലെല്ലാം കുറേ ആയി പറയാൻ തുടങ്ങിയിട്ട് നെസ്റ്റോ ഒന്ന് വാങ്ങിച്ചാന്നിട്ട്. ആ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആവും ചോദിക്കുന്നത്. നെസ്റ്റോ ഒന്ന് വാങ്ങിച്ചാന്നിട്ട്. ആ മിസ്റ്റർ ലൈറ്റിൻ്റെ ആണ്. നല്ലുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ നമ്മൾ സൂക്ഷിക്കണം, ഗ്ലാസ് ആണ്. നമ്മൾ നേരെ കൊണ്ടുനടന്നാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതാ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തോനെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫിഷ് ഫ്രൈ ആക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഫിഷ് ബിരിയാണി മസാല എല്ലാം ആക്കുന്നതെല്ലാം ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് തോനെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഉള്ളി ആദ്യം ഫ്രൈ ചെയ്യാനുള്ള ഉള്ളിയില്ലേ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ അതാ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടാനും വേണ്ടിയിട്ടില്ലേ ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഉള്ളി ഫ്രൈ ചെയ്യുന്നതിൽ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്താൽ ഷുഗർ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. അപ്പം അതിനു വേണ്ടിയിട്ടാണ്. അപ്പം കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഓയിലേക്ക് എന്നതാ ഞാൻ ഫിഷ് മസാല തേച്ചിട്ട് വെച്ചില്ല, അതിതാ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ആ ഒരു ഓയിലേക്ക് തന്നെ ഫിഷ് വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫിഷില്ലേ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഓയിൽ നല്ലോണം ചൂടായതിൻ്റെ ശേഷം ഫിഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതാ ഫിഷും ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ഉള്ളിയും ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ബിരിയാണീൻ്റെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ഓയിലില്ലേ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച ആ ഓയിൽ മുഴുവനായിട്ട് ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഓയിലേക്ക് ആദ്യമല്ലേ ഇഞ്ചി വെളുത്തുള്ളി അല്ലേ നമ്മൾ കുത്തിവെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുത്തിവെച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി. പിന്നെ വെളുത്തുള്ളി ഒരു
6-7 അല്ലി എടുക്കുക. അതും ഇതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ളത് ഒന്ന് ചതച്ചാൽ മാത്രം മതി കേട്ടോ. പച്ചമുളകും ചതച്ചാൽ മാത്രം മതി. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ ഒരു പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ആ ഒരു ഓയിലിൽ നല്ലോണം ഒന്ന് മൂത്ത് വരണം. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഇതെല്ലാം മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും. ചെറിയ തീയിൽ തന്നെ വെക്കണം കേട്ടോ. നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചാൽ ഉള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം 4 ഉള്ളി ഉണ്ട് കേട്ടോ. അപ്പം സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. പക്ഷേ ഒന്നും കൂടെ നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യൂലേ, ചെറിയ ഉള്ളി ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് അതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചോപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചോപ്പറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം ചോപ്പ് ചെയ്തെടുക്കരുത്, ചെറിയ പീസാക്കിയിട്ട് എടുക്കരുത്. ഇതുപോലെ കുറച്ച് വലിയ പീസ് തന്നെ കേട്ടോ. നമ്മൾ ക്യൂബ്സ് ആക്കിയിട്ട് സാധാരണ കട്ട് ചെയ്യുന്നില്ല, ആ ഒരു പീസ് തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഉള്ളിയും തക്കാളിയും മൂത്ത് വന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വേണ്ട 3 തക്കാളിയും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചോപ്പറിൽ തന്നെ. ഏതായാലും ഉള്ളി കട്ട് ചെയ്തല്ലേ, അപ്പോൾ ചോപ്പർ ഉണ്ടല്ലേ, അപ്പം ഇനിയിപ്പോൾ കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. നമ്മൾ സാധാരണ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യില്ല, അങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് തക്കാളി അങ്ങനെ കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഉള്ളി നല്ലോണം വെന്ത് വന്നതിൻ്റെ ശേഷം, നല്ല സോഫ്റ്റായിട്ട് വെന്തതിൻ്റെ ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്തെടുത്തിട്ടുണ്ട്. തക്കാളി നല്ലോണം സോഫ്റ്റായിട്ട് നല്ലോണം ഉടഞ്ഞ് വരണം കേട്ടോ. അതുവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. ഇത് കണ്ട തക്കാളി നല്ലോണം ഉടഞ്ഞിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് തോനന്നെ മല്ലിയില, പിന്നെ കുറച്ച് പുതിനയില കേട്ടോ, ഒരു 2-3 ഇല പുതിനയില അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയെ ഒരു മസാലയ്ക്ക് ചേർത്ത് കൊടുക്കുന്നിട്ട് എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരായതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ചേർത്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു മസാലയ്ക്ക് ഇതുവരെ നമ്മൾ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ലാസ്റ്റ് ഇതിലേക്ക് ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. വേറെ പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കരുത്, ഗരം മസാല പൗഡർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ പാകത്തിനുള്ള ഒരു മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം നോക്കുക കേട്ടോ, ഉപ്പെല്ലാം ഉണ്ടാന്നൊക്കെ, ഈ ഒരു മസാലയൊക്കെ വേണ്ട ഉപ്പെല്ലാം ഉണ്ടാന്ന് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗരം മസാല പൗഡർ ഇനി കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്, കറക്റ്റാണ്. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാട്ടാ. ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ലാസ്റ്റിലെ നമ്മൾ നെയ്യ് ചേർത്തെടുത്താൽ ഈ ഒരു ചട്ടിൻ്റെ അടിയിൽ ഇങ്ങനെ ചോറായാലും മസാല ആയാലും നമ്മൾ ദമ്മിടുമ്പോൾ പിടിക്കല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെച്ച മീനില്ലേ അത് ഓരോന്നോരോന്നായിട്ട് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ മീൻ എപ്പോഴും ഫ്രൈ ചെയ്യുമ്പം നല്ലോണം ക്രിസ്പി ആയിട്ട് അങ്ങനെ എടുക്കരുത് കേട്ടോ. ഒന്ന് തിരിച്ചും മറിച്ചിട്ടെടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. നല്ലോണം ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ റൈസ് അപ്പോഴേക്കും നമ്മളെ മസാല ഒക്കെ റെഡി ആയിട്ട് വന്നപ്പോഴേക്കും റൈസ് വെള്ളമെല്ലാം വറ്റിട്ട് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു റൈസ് സ്പൂൺ വെച്ചിട്ട് ഞാനൊന്നിങ്ങനെ ഒന്നായിട്ടൊന്ന് മിക്സ് ആക്കിന് കേട്ടോ. എന്നിട്ട് ചട്ടിക്ക് മുഴുവനായിട്ട് തന്നെ തട്ടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫിഷ് വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ അതിന് മുകളിലായിട്ട് അങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അതും കുറച്ച് മല്ലിയിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം പുതിനയിൽ കുറച്ചിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഗരം മസാല പൗഡർ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് എന്തെങ്കിലും വെയിറ്റുള്ള ഒരു സാധനം വെക്കുക കേട്ടോ. ഞാനിപ്പോൾ കുത്തുന്ന ആ ഒരു ഉരലില്ലേ അതുണ്ടായതുകൊണ്ട് വെയിറ്റ് ആണല്ലോ, അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാ. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ചെറിയ അടുപ്പുണ്ടെങ്കിൽ അതിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ദമ്മിട്ടാൽ മതി. ഒരു 10 മിനിറ്റ് ദമ്മിട്ടിട്ട് ഓഫാക്കിയിട്ട് വെച്ചാൽ മതി.
ബിരിയാണി ദമ്മിടാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഫാദോ പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ, അന്ന് വെള്ളിയാഴ്ച അല്ലേ, ഫാദോ പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ചും കൂടെ ടൈമുണ്ട്, ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ കുറച്ച് പയറുവർഗ്ഗങ്ങളെല്ലാം കൊണ്ടുവന്നിന് കേട്ടോ. നമ്മളവിടെ അടുത്ത് തന്നെ ആശിമുണ്ട്, ആശിം എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് മസാല പൗഡേഴ്സ് നല്ല ഫ്രഷ് ആയിട്ടുള്ളതെല്ലാം കിട്ടും. അപ്പോൾ അവിടെ നിന്ന് തന്നെ കേട്ടോ നമ്മൾ പയർ ഇങ്ങനത്തെ എല്ലാം വാങ്ങൽ, നമ്മൾ ലൂസ് അങ്ങനെ വാങ്ങല. ആ ഒരു ആശിം എന്ന് പറഞ്ഞ ഷോപ്പിലെ അവിടെ കൂടുതലും അറബി കസ്റ്റമർ ആട്ടാ ഉണ്ടാവല്. കാര്യം അവരെ കൂടുതൽ സ്പൈസസ് മസാല ഒക്കെ ഇല്ലേ, അതെല്ലാം കൂടുതലും അവിടെ കിട്ടും. ഈ മന്തി മസാല എന്തെല്ലോ മസാലകളൊക്കെ ഇല്ലേ അവരുണ്ടാക്കുന്ന ഫുഡിൻ്റെ, മജിബൂസിൻ്റെ മസാല എന്തെല്ലോ മസാലകളൊക്കെ ഇല്ലേ, അതെല്ലാം അവിടെ കിട്ടും, നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ കേട്ടോ കൂടുതലും അവിടെ കാണൽ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ലൂസ് 1 കിലോനും 1/2 കിലോനൊക്കെ ആയിട്ട് വെള്ളപ്പയർ, പിന്നെ എന്തപ്പാ ഉഴുന്ന്, പരിപ്പ്, ചെറുപയർ, വെള്ളപ്പയർ ഫാദറിന് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ മഞ്ഞത്തണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കറിയുണ്ട്, അത് ഞാൻ മുന്നേ വ്ളോഗിലെല്ലാം കാണിച്ചിന്, അതിഷ്ടമാണ്. പിന്നെ വെള്ളക്കടല, അപ്പം അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ ഞാൻ പിന്നെ എല്ലാം കൂടെ വാങ്ങലാന്നിട്ടാ. പച്ചപ്പയർ ഇതെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുളപ്പിച്ചിട്ടായിട്ടും അങ്ങനെ എല്ലാം തിന്നലുണ്ട്. പിന്നെ വീഡിയോസ് എടുക്കുന്നന്ന് എന്ത് സ്പെഷ്യലൊക്കെ ആക്കാന്നല്ലാതെ വീഡിയോസ് എടുക്കാത്തന്നില്ല. ഇതുപോലെ വെള്ളപ്പയർ, ചെറുപയർ ഇങ്ങനത്തെ ഐറ്റംസ് തന്നെ, ദാൽക്കറി ഇങ്ങനത്തെ എല്ലാം ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പയർ ഐറ്റംസ് ഇല്ലേ, അത് പച്ചക്കറി അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഫിഷും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അപ്പം അതെല്ലാം കഴിഞ്ഞ് ബിരിയാണി ദമ്മിടെല്ലാം ഓഫാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ളായിട്ട് ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ അതൊന്നും വീഡിയോസ് എടുക്കുന്നില്ല കേട്ടോ. കാര്യം എപ്പോഴും നമ്മൾ ക്ലീനിങ്ങും ഇതെല്ലാം കാണിച്ചാലേ നിങ്ങൾക്ക് ചടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും വീഡിയോസിലെടുത്തിട്ടില്ല. പിന്നെ ഫുള്ളായിട്ട് ക്ലീനിങ് ഒന്നും ഇല്ല കേട്ടോ. അന്ന് വെള്ളിയാഴ്ച അല്ലേ, വ്യാഴാഴ്ച പിന്നെ ഫുള്ളായിട്ട് അന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കലാം. വെള്ളിയാഴ്ച പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫാദറിൻ്റെ ലീവുള്ള ദിവസമല്ലേ, അങ്ങനെ ക്ലീനിങ്ങിനൊന്നും നിൽക്കലില്ല. ഇനിയിപ്പം റൈസെല്ലാം നമ്മൾ വിളമ്പി തിന്നിട്ടെല്ലാം ആയിട്ടാ. ബിരിയാണി അടിപൊളിയാണ്, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കട്ടെ. ഫിഷ് ബിരിയാണി അടിപൊളി ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടോ, കൂടുതൽ മസാലകളൊന്നും ഇല്ലാതെ. പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ആ കാര്യം നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുത്തതാണ് നമ്മൾ ഐക്കയിൽ പോവാമെന്ന്. അതുവരെ തീരുമാനമൊന്നും ഇല്ലേനുട്ടോ. അപ്പോൾ പെട്ടെന്ന് ഐക്കയിൽ പോകാൻ തീരുമാനമായി. അങ്ങനെതാ നമ്മൾ ഐക്കയിൽ വന്നിട്ടുണ്ട്, ദുബായിലുള്ള. ഇവിടെ ഞാനിപ്പോൾ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഒരു 5 വർഷമായിട്ടുണ്ടാവും കേട്ടോ ഐക്കയിൽ വന്നിട്ട്. ഞാൻ ഈ ദുബായിലേക്ക് വന്ന ആ ഒരു ടൈമിലെല്ലാം 2 വട്ടമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടേ ഇല്ല കേട്ടോ, കുറേ ആയി വന്നിട്ട്. അപ്പം കുറേ ആയിന്നിങ്ങനെ വിചാരിക്കുന്ന ഐക്കയിൽ പോകണം കുറേ ആയിൽ വന്നിട്ട് എന്നെല്ലാം. അപ്പോൾ അതാ ഐക്കയിലേക്ക് വന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. ജീജു, ബാബി, അവരെ കുട്ടികൾ, പിന്നെ നമ്മൾ കേട്ടോ. അപ്പോൾ അതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇല്ലേ 5 വർഷം മുന്നേ നമ്മൾ വന്നപ്പം 1 ദിറം 2 ദിറത്തിനെല്ലാം പ്ലേറ്റ്, അതുപോലെ തന്നെ സ്പാച്ചുലാസ്, ഇങ്ങനെ സ്പൂണ്, കയ്യിൽ അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളതാണ്, കുറേ കാലം യൂസ് ആക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് ഞാൻ വാങ്ങിച്ച എപ്പോഴും ഞാൻ യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഇല്ലാത്തതും പിന്നെ ബെടക്കായതൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ലത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ ഐക്യത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ബെഡ്റൂം ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെക്കൂലേ, അങ്ങനെ നോക്കുക കേട്ടോ. നല്ല ഉണ്ട് ഈ ഒരു ബെഡ്റൂമെല്ലാം നോക്കല്ലോ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഈ ഒരു ചുമരുമ്മൽ കട്ടിൻ്റെ മുകളിൽ കാണുന്ന അത് മാറ്റാണ് കേട്ടോ, താഴെ ഇടുന്ന മാറ്റില്ലേ, അതാണ് ഇങ്ങനെ മോഡലാക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം, പിന്നെ കിഡ്സിൻ്റെ റൂം, പിന്നെ വാഷ്റൂമൊക്കെ അല്ലേ, അതൊക്കെ ഫുൾ ഇങ്ങനെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. നമുക്കിങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഈ കട്ട്ലാസ് കത്തുന്നില്ല. ഓക്കെ, തീ പിടിക്കാത്ത കട്ട്ലാസ്. എന്തല്ലേ കടലാസ് കൊണ്ട് കളിച്ചു, ശാസ്ത്രത്തിന്റെ ഒരു കാര്യം. അപ്പോൾ അത് കാണിച്ചില്ല ഒരു ലൈറ്റ്, അത് ഫുള്ളിങ്ങനെ പേപ്പർ ഇങ്ങനെ അങ്ങുങ്ങെല്ലാം വെച്ച പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതവിടെ ഇങ്ങനെ കാണുമ്പം നല്ല ഭംഗിയില്ല അങ്ങനെ കാണുന്നത്. പിന്നെ ഇത് കണ്ട മുറം, അതേപോലെ തന്നെ ബാസ്ക്കറ്റ്, ഇങ്ങനെ എന്ത് പറയുക, ഇങ്ങനെ മടഞ്ഞിട്ട് ഉണ്ടാക്കുന്നില്ല. നമ്മളെ നാട്ടിലെല്ലാം പണ്ടല്ലേ ഇല്ലേനോ, ഇപ്പോഴും ഉണ്ട്. വയനാടെല്ലാം പോയാൽ കിട്ടലുണ്ടല്ലേ. ഇതിന് നമ്മളെ നാട്ടിൽ അത്ര വലിയ പ്രൈസൊന്നുമില്ല, ഇവിടെ നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ അങ്ങനത്തിനെല്ലാം.
ഐക്കേന്ന് വാങ്ങിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും വെടക്കാവുകയില്ല. ഞങ്ങൾ എത്രയോ കൊല്ലം മുന്നേ വാങ്ങിച്ചതാണ്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല കേട്ടോ. സ്റ്റൂളായാലും കുറേ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. അപ്പം കുറേ കാലം യൂസ് ആക്കട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള, കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല, കുറച്ച് ലോങ് ലൈഫ് യൂസ് ആക്കട്ടോ. പിന്നെ അതാ അപ്പോൾ അത് കാണിക്കുന്നില്ല. ഈ ഒരു ചെയറാണ് കേട്ടോ നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് 15 ദിറമായിരുന്നു, ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പം 25 ദിറമാണ് ഇതിന്. ലോവസ്റ്റ് പ്രൈസ് 25 dirhams. കാലത്തിൻ്റെ ഒരു മാറ്റം. പക്ഷെ അടിപൊളി സാധനം, 5 വർഷമായിട്ട് ഒന്നും ആയിട്ടില്ല. അപ്പം 25-ന് കൊടുത്ത് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അതാ ഇതാണ് റെഡിയാക്കി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. എത്ര വെയിറ്റ് ഉള്ള ആൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതാ ഈ ഒരു സ്പാച്ചിലിൻ്റെ സെറ്റില്ലേ, ഇതും ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഒന്നും ആകുന്നില്ല കേട്ടോ, നല്ല ഉണ്ട്. ഇതിപ്പോൾ അന്ന് റേറ്റ് കുറവായിരുന്നു, ഇന്നിപ്പം 7 ദിറം കേട്ടോ. 695 7 ദിറം തന്നെ. പക്ഷേ ഒന്നും ആകുന്നില്ല കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. അത് ഇപ്പം ഞാൻ വാങ്ങിച്ചിട്ടില്ല. ആ കാര്യം എൻ്റെ അടുത്ത് ആ ഗൗരവൻ്റെ ഒന്നായിട്ടുള്ള ഫുള്ള് സെറ്റ് ഉണ്ടല്ലേ, അപ്പോൾ സ്പാച്ചിലിൻ്റെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ ഐക്കലെല്ലാം പോകുന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്, വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളിട്ടാ. നാട്ടിലും കൊണ്ടുപോയാൽ യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മൾ കുറേ സാധനം ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് കാര്യമില്ല. യൂസ്ഫുൾ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഓരോന്നോരോന്ന് വാങ്ങുക, അതിനെക്കാട്ടി നല്ല ഇതെല്ലാം യൂസ്ഫുള്ളാണ്, നല്ല ഉപകാരമുള്ള സാധനമാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളിട്ടാ. പിന്നെ ഓരോരോ കിച്ചണൊക്കെ ഇങ്ങനെ സെറ്റാക്കിയത് കാണാൻ എന്തോ രസമാണ്. പിന്നെ അതാ സൈക്കിളില്ലേ, ഇത് നമ്മൾ ഇവിടെ ഫ്ലാറ്റിലെല്ലാം നിൽക്കുമ്പോൾ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് കണ്ട ചുമരുമലിലെ എന്തോ ഒന്ന് ഇങ്ങനെ ഫിറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, എന്തോ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ ഫിറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിമ്മ ഇങ്ങനെ കൊളുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഇങ്ങനെ വെക്കേണ്ട അതിൻ്റെ സൗകര്യക്കുറവ് ഉണ്ടാവില്ലല്ലോ ചുമരുമ ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ജീവിച്ചിൻ്റെ ഒരു ഇങ്ങനെ നോക്കിയപ്പം അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ കാണിച്ചതാണ്. പിന്നെ എനിക്ക് കിച്ചൺ ടൂൾസും കാര്യങ്ങളൊക്കെ വെക്കാൻ, ഇങ്ങനെ കബോർഡിൽ വെക്കാനും വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്പൂണ്, കയ്യിൽ കത്തി, ഇതെല്ലാം വേറെ വേറെ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി വാങ്ങിക്കല. പക്ഷേ ഈ വുഡിൻ്റെ നല്ല റേറ്റ് ഉണ്ട്, 35 ദിറം ഉണ്ട്. അത് വാങ്ങിച്ചിട്ടില്ല. പിന്നെ അതാ ഈ ഒരു വൈറ്റ് ഇല്ലേ, ഇത് നോക്കിയിട്ട് അങ്ങനെ ഇതിൻ്റെ ഒരു ഗ്രേ ഉണ്ട് കേട്ടോ. പണ്ടെല്ലാം ഉണ്ടായിരുന്നു, അതിന് എത്ര 4-6 ദിറം അങ്ങനെ എന്തോ ആണ്. പക്ഷെ അത് ചെറുതാണ്. അപ്പം ഈ വൈറ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിന്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ ക്വാളിറ്റി കുറച്ച് കുറവുള്ളതും ഉണ്ട് കേട്ടോ. അപ്പം അത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങല. ഞാൻ കൂടുതൽ ഈ ബെഡ്റൂം ഫുള്ള് സെറ്റാക്കി വെച്ചതും അതേപോലെ തന്നെ കിച്ചണെല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചെല്ലാം കാണാൻ എന്തോ രസമാണ് കേട്ടോ. നല്ല ഫുള്ളിങ്ങനെ സെറ്റിങ്ങിൽ കാണാൻ നല്ല രസമാണ്. ഈ വൈറ്റ് കിച്ചണൊക്കെ കാണാൻ നല്ല ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്നിട്ട് അവരിങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കാണുമ്പം നല്ലതാണ്. ഈ ഒരു ബൗളിലെ ഇതിനെല്ലാം അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഇങ്ങനെ കാണിച്ചതാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റീലിൻ്റെ വരുന്നുണ്ട് കേട്ടോ. സ്റ്റീലിൻ്റെത് ചെറുതും വലുതും ഒക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അതും ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വ്ളോഗിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതെല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിതുപോലെ പത്തലിന് പൊടി കുഴക്കാൻ, ദോശൻ്റെ മാവൊക്കെ അരച്ചിട്ട് ഇങ്ങനെ വെക്കാൻ, അതെല്ലാം നല്ലതാട്ടോ. ഞാൻ വലുതും ഉണ്ട്, എൻ്റെ അടുത്ത് ചെറുതും ഉണ്ട്. ഞാൻ ഐക്കേന്ന് തന്നെ വാങ്ങിച്ചാട്ടോ, ഒന്നും ആയിട്ടില്ല. പിന്നെ അതാ ഫ്രൂട്ട്സ് ഇടുന്ന ബാസ്ക്കറ്റാണ്. ഇതിന് അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യെല്ലോ ഉണ്ട്, അത്യാവശ്യം നല്ല വലുത് തന്നെ കേട്ടോ. വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫാദർ എടുത്തിട്ട് കാണിക്കാം. അപ്പം എനിക്ക് വൈറ്റ് ഇഷ്ടമായിട്ടുണ്ട്, പിന്നെ യെല്ലോ ഗ്രീനും എല്ലാം ഇഷ്ടമായിന് കേട്ടോ. അപ്പോൾ ഞാൻ ഫാദറിൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്ന്. അപ്പോൾ ഫാദർ പറഞ്ഞ് ഗ്രീന് നല്ല കാണുന്നു, ഗ്രീന് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രീന് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഈ വാങ്ങിച്ചതെല്ലാം ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നില്ല കേട്ടോ. ആ കാര്യം നല്ല ലെങ്ത്തായി പോകും. അല്ലെങ്കിലോ അപ്പോൾ ഞാൻ തലേന്നത്തെ ഫിഷ് വാങ്ങാൻ പോയതും ഒക്കെ ആയിട്ട് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി അടുത്ത വ്ളോഗിൽ കാണിക്കട്ടോ. പിന്നെ അതാ ഇതിന് 3 ദിറമാണ്. ഇതിങ്ങനെ അതിൻ്റെ റെയിൽ വാങ്ങിച്ചിട്ട് അതിന്മേൽ ഇങ്ങനെ കൊളുത്തിയിട്ട് ഇടുന്ന കേട്ടോ. പക്ഷെ റെയിൽ വാങ്ങിച്ചിട്ടില്ല, അത് 3 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പാത്രം വെക്കുന്ന ഒരു സ്റ്റാൻഡില്ലേ വലുത്, അതിന്മേലും വേണമെങ്കിൽ ഇങ്ങനെ തൂക്കിയിട്ടിടാം. അപ്പോൾ അതുകൊണ്ട് അത് 3 വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഇങ്ങനെ മണി പ്ലാന്റും ഒക്കെ വെച്ചാൽ നല്ല രസമാവും. ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ചുമരുമേൽ ഇങ്ങനെ അതിൻ്റെ റെയിൽ വാങ്ങിച്ചിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിന്. ഇപ്പോൾ റെയിൽ വാങ്ങിച്ചിട്ടില്ല, ഇൻഷാ അല്ലാ. പിന്നെ ഇപ്പോൾ ജീജു കാണിച്ചു തന്നില്ലേ ഒരു ലൈറ്റ്, അത് നല്ല ഉണ്ട് കേട്ടോ. ഇങ്ങനെ വലിച്ചാൽ അത് ഓപ്പൺ ആകുന്നു, പിന്നെ അത് ഇങ്ങനെ
വലിച്ചാൽ അതിങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ ലോക്കാന്നിട്ടാണ്. പക്ഷെ നല്ല ഉണ്ട് കാണാനായിട്ട്. വീടെല്ലാം ഉണ്ടാക്കുന്നവർക്ക് നാട്ടിൽ പുരകുടിയെല്ലാം ഉണ്ടാകുമ്പം കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ പല കളേഴ്സും ഉണ്ട്. ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലേ, അല്ലെങ്കിലോ ലെങ്ത് ആയിട്ടുണ്ട്. അങ്ങനെ ഇത് മുന്തബാബിൻ്റെ മോളാണ് മറിയം. ഓളെ ചെറുതൊന്നും കൂടെ ഞാൻ ഈ നേരത്തെ വീഡിയോസിലെല്ലാം കാണിച്ചില്ലേ, ഖദീജാന്ന്. പിന്നെ ഇത് മോനാന്ന് കേട്ടോ. എനിക്ക് വീഡിയോസിൽ വരണം വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തതാ. നീ ഐക്യൊക്കെ എന്തിനു വന്നിനാ? ഐക്യയിൽ എന്ത് കാര്യം നിനക്ക്? ഓക്കെ, നീ നിന്റെ വഴിക്ക് കാട്ടിലേക്ക് പോട്ടാ. പിന്നെ എന്താ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ബ്രഷില്ല, ഇതും നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ. നമുക്ക് സിങ്കായാലും ബാത്റൂമൊക്കെ ഇങ്ങനെ ഒഴുതാൻ നല്ല ക്ലീനാകുന്ന. ചിലതുണ്ടാവില്ലേ ക്വാളിറ്റി ഇല്ലാത്തത്, ക്യാഷ് കുറച്ചായാലും, പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല എന്താ പറയുക, നല്ല ഉറപ്പുള്ള ചകിരിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ക്ലീനാകുന്നതാണ്. അപ്പോൾ സിങ്കെല്ലാം നമുക്കിങ്ങനെ കഴുകാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് ഇങ്ങനെ പാക്കറ്റെല്ലാം കടല പയർ ഇതെല്ലാം പാക്കറ്റെല്ലാം പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വരുന്നത് ഇങ്ങനെ ക്ലിപ്പിട്ട് വെക്കാൻ പറ്റുന്ന ഈ ഒരു ക്ലിപ്പിൻ്റെ ഇതും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഫാദു എടുത്തിട്ട് കാണിക്കുന്ന ഒരു കണ്ടെയ്നറില്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം വലുത് തന്നെ 9 ദിർഹമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതൊന്ന് വാങ്ങിച്ചിന്. പിന്നെ ഇതാ ഈ ഒരു മാറ്റ് ഇട്ടാ, ഇത് 2 വാങ്ങിച്ചിട്ടുണ്ട്, 2 വാഷ്റൂമിൻ്റെ. ഞാനിപ്പം കുടി അതിൻ്റെ ശേഷം വാങ്ങിച്ചിട്ടില്ല കേട്ടോ, നമ്മൾ പഴയ റൂമിൽ യൂസ് ആക്കിയത് തന്നെയാണ്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടില്ലേന് അതൊന്നും. അപ്പം അതിപ്പം 2 വാങ്ങിച്ചിട്ടുണ്ട്. 5 ദിർഹം വന്നിട്ടാ, അതും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ സ്പൂണ് ഇതെല്ലാം ഇട്ട് വെക്കൂലേ, സ്റ്റീലിൻ്റെ ഒരു ഹോൾസ് വന്ന അത് 7 ദിർഹം കേട്ടോ, അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ചും കൂടെ വലുതുണ്ട്, 13 ദിർഹത്തിൻ്റെ. അത് വാങ്ങിച്ചിട്ടില്ല, 7 ദിർഹത്തിൻ്റെ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത് മണി പ്ലാന്റ് കണ്ടപ്പം കുറേ ഉണ്ട് കേട്ടോ അവിടെ, പക്ഷേ നല്ല റേറ്റ് ഉണ്ട്. ഞാനിതാ മണി പ്ലാന്റ് 15 ദിർഹത്തിൻ്റെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് വേണ്ടാന്ന് പറയും, അപ്പോൾ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു സ്പാച്ചിലാണ്ട, ഇതിനില്ലേ 6 ദിർഹമാണ്. ഇത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. നമുക്ക് പത്തല് ചുടാനും എല്ലാത്തിനും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ചട്ടിയിലിട്ട് ഇളക്കാനും ഒക്കെ നല്ലതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ബ്ലാക്കും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഗ്രേ കളറും വരുന്നുണ്ട്. ബ്ലാക്കിന് കുറച്ച് റേറ്റ് ഉണ്ട്, പക്ഷേ ഗ്രേ കളറിന് 6 ദിർഹമാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ, നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോളിയും വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ്ട, ഇതും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 7-8 ദിർഹം അങ്ങനെ എന്തോ ആണ് കേട്ടോ. 8 ദിർഹമാണെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ നല്ല കുറവാണ് കേട്ടോ. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കില്ലേ ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വരുമ്പം റൈസ് ബിരിയാണി എല്ലാം ഉണ്ടാക്കിയാൽ ഇതിൽ തന്നെ കൊണ്ടുവയ്ക്കാം. പിന്നെ പാസ്ത, പിന്നെ നൂഡിൽസ് ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ ബൗളാണ് കേട്ടോ. ഇങ്ങനെ ടേബിളുമ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെക്കാൻ നല്ല അടിപൊളി ബൗളാണ്. പിന്നെ അതാ ഇപ്പം ഞാൻ കാണിക്കുന്നില്ലേ, ഇത് ഒരു വലിയൊരു പ്ലേറ്റ് പോലത്തെ, അതും അതിൻ്റെ ചെറിയ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ആ വലിയ പ്ലേറ്റ് 49 ദിർഹമാണ് ഒന്നിന് വരുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് തന്നെ ഉണ്ട്. പിന്നെ ചെറുതിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡാണ്, പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പം നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ നല്ലൊരു ഓഫ് വൈറ്റ് ആയിട്ട് നല്ല ഉണ്ട് കേട്ടോ, കാണാനായിട്ട് നല്ല അടിപൊളിയാണ്. എനിക്ക് മെയിനായിട്ട് കുറച്ച് പ്ലാന്റ് വേണ്ടീന്, പക്ഷേ ഞാൻ നോക്കിയിട്ടാ നല്ലതൊന്നുമില്ല, നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് വേറെ എവിടുന്നെങ്കിലും നഴ്സറി ആടുന്ന് പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നല്ല ഉണ്ട് കാണാനായിട്ട്, പക്ഷെ നല്ല റേറ്റും ഉണ്ട്. പിന്നെ നമ്മൾ പണ്ടത്തെ ചോറ് ഊറ്റുന്ന കൊട്ടയില്ലേ, എന്താ പറയുക ഇനി, ഇങ്ങനെ ചോറ് ഊറ്റുന്ന കൊട്ടക്കൈയിൽ, അതെല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം ഇങ്ങനെ ചെടി വെക്കാനുള്ള ഒരു ബാസ്ക്കറ്റായിട്ട് ഇങ്ങനെ വെക്കുന്നതാന്ന് തോന്നുന്നു, അമ്മ അറിയില്ല, അങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതാ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് കുറേ നടന്നിട്ടാണ്. ഈ ഐക്കൽ വന്നു കഴിഞ്ഞാൽ കുറേ നടക്കാനുണ്ട്, കാലെല്ലാം കടിഞ്ഞ് നല്ലോണം വിശന്നീനി കുട്ടികൾക്കെല്ലാം. അങ്ങനെ ഇനിയിപ്പോൾ അതാ നമ്മൾ ബില്ലെല്ലാം ആക്കി നമ്മളെടുത്ത സാധനം എല്ലാം ഇട്ട് പിന്നെ ഒരു ഐസ്ക്രീം അടുത്ത് വാങ്ങിച്ചിട്ടാണ്. ഇതെന്തായാലും മസ്റ്റാണ്, അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതും വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ഇപ്പം എന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.